എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷം വളരെ വീക്കായിട്ടുള്ള കുട്ടികൾ, അതായത് A+ ഒന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു വീക്കായിട്ടുള്ള കുട്ടികൾ, അവർ പോലും കഴിഞ്ഞ വർഷത്തെ നൈറ്റ് ക്ലാസ്സുകളിൽ അവര് ഇവിടുത്തെ തീവ്രമായ പരിശീലനം കൊണ്ട് ആ കുട്ടികൾക്ക് A+ കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അവരുടെ രക്ഷിതാവിന്റെ പേര്, രക്ഷിതാവ് എന്താ ചെയ്യുന്നതെന്നടക്കം ആ സ്റ്റെപ്പിലൂടെ കയറി വരുമ്പോൾ ഓരോ കുട്ടിയെയും വിഷ്ണുമാസം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ എവിടെയും കാണാത്ത ഒരു വലിയ ഒരു പോസിറ്റീവായ കാര്യമാണ്. മക്കളോട് ഗ്രാമർ പഠിക്കുന്ന സമയത്ത് അത് സബ്ജക്റ്റ്, അതായത് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന പോലെ കാണാതെ പഠിക്കാനുള്ളതല്ല, അത് ചെയ്ത് പഠിക്കാനുള്ളതാണ്. കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ 2 മാസം നമ്മളത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു, കുറച്ച് കുട്ടികൾക്ക് ബാക്കിലായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ ഫൈനൽ എക്സാം ആവുമ്പോഴേക്കും ഫുൾ A+ വാങ്ങിയ കുട്ടികൾ നിരവധി കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും ഞങ്ങളുടെ 100% നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തരും. അതോടൊപ്പം അവര് തിരിച്ചു 100 തരികയാണെങ്കിൽ മികച്ച വിജയത്തോടു കൂടി നമുക്ക് ഈ അവരുടെ ഫുൾ A+ തന്നെ മേടിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കടന്നു പോകാൻ പറ്റും. സാധാരണ സ്കൂളിലാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രമേ കുട്ടികളെ കാറ്റർ ചെയ്യാറുള്ളൂ. എവിടെയാണ് അന്വേഷിച്ചത്? കുട്ടികളെ നമ്മള് പഠിക്കുന്നവര് പിന്നെ ആവറേജ്, ബിലോ ആവറേജ് വെച്ചിട്ട് നമ്മള് ക്ലാസ് തിരിക്കല് പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലൊക്കെയാണ് കുട്ടികളെ തരം തിരിച്ചിട്ട് മാറ്റാറുള്ളൂ. ഇവിടെ നമ്മൾ അതേ സിസ്റ്റം കാണിച്ചത് ഹാഫ് ഇയർലിക്കും കാണിച്ചിട്ടുണ്ട്. ഇവിടെ സമയം 24 hour ഇവിടെ ഓപ്പണാണ്. രാത്രി വന്നാൽ രാത്രി 10 മണിയോ 11 മണിയോ 12 മണി വന്നാലും ഇവിടെ പഠിപ്പിച്ച ആൾക്കാരും ഉണ്ട്. കുട്ടികൾ മാത്രം വില്ലിങ്ങായ മതി. അതിന്റെ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്നത്തെ ഡ്യൂട്ടി വേറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ സ്ഥാപനത്തിലൊക്കെ എന്തായിരുന്നാൽ നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടെന്നാണ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നാട്ടിലെ ദൈവം കാത്തിക്കുന്ന ഒരു പാരന്റ് ഉണ്ട്, നമ്മളെ നിരഞ്ജനയുടെ അച്ഛൻ. ഒന്ന് എണീറ്റിട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ സ്പോട്ടിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പാരന്റ്സിന്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു സപ്പോർട്ട്. താങ്ക് യു. ഇനി നമുക്ക് ഈ റിവിഷന്റെ സമയത്താണ് മാക്സിമം ഹോസ്റ്റൽസ് വർക്ക് ചെയ്യുമ്പോൾ ലെവലിലേക്ക് എത്താറുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂർ നമ്മുടെ ഡെയിലി പ്രവർത്തിക്കുന്നത്. 10ലും എന്ത് ചെയ്യുള്ളൂ, 7 A+ ഞങ്ങൾ തരുള്ളൂ. അപ്പൊ ആ ബാക്കി 3 അങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ബുദ്ധിമുട്ടണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു കൊടുക്കും. അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നോക്കി വരണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റോ സെക്കൻഡോ അലോട്ട്മെന്റ് സീറ്റ് കിട്ടണം എന്ന് ഉറപ്പിച്ചതുകൊണ്ട് ആ കുട്ടികളെ അങ്ങനെ തീരെ ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ ഇവിടെ സ്റ്റേ ചെയ്യിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ ഇവിടെ സ്റ്റേ ചെയ്യിക്കുകയാണ്. അങ്ങനെ വരും. അപ്പൊ അത് ഇവിടുത്തെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു ഡീലിംഗ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ആർട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ക്ലാസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോഴും അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മച്ചി വിഷ്ണു സാറും ഇവരുണ്ടല്ലോ, ടീച്ചേഴ്സ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നല്ല കാരണം ഇപ്പൊ ശരിയായി എക്സാം ആവണം, പെട്ടെന്ന് എക്സാം വരണം, പെട്ടെന്ന് പഠിച്ചു വരുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളെ ഏറ്റെടുക്കും. കാരണം ഒരു അലമ്പുമില്ല. എന്ത് നല്ല കുട്ടികളാണോ, ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. എനിക്ക് സത്യമായിട്ട് പറയാം, ഇന്നേ വരെ എല്ലാ കുട്ടികളെയും പറഞ്ഞിട്ട് അനുസരിക്കുക, അടിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ആദ്യത്തെ കിട്ടണേ. ശരിക്കും ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനത്തെ കുട്ടികളില്ല. അതെന്റെ ഒരു ഭാഗ്യമായിട്ടാണ്, നമ്മളെ വീടിന്റെ ഭാഗ്യമാണ്. ഒരു കുട്ടികൾ ഒരു മോശം പറയുന്ന കുട്ടികളില്ല. പഠനത്തിൽ പിന്നാക്കാണെങ്കിൽ അതിൽ ഒരു ഉയർന്നു വരണമെന്നൊരു ചിന്തയോടുള്ള കുട്ടികളായതുകൊണ്ട് വലിയൊരു കോൺഫിഡന്റ് ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ.